ഗുരുവായൂർ ഓദിക്കനെ കാണാൻ പോയി. രവീന്ദ്രൻ എന്നാണ് ഞാൻ. ചിന്മയ മിഷൻ സംസ്കാര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ജനുവരി 24 മുതൽ 30 വരെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്നതാണ്. അതിൻ്റെ ചെയർമാനാണ്. എൻ്റെ കൂടെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ ദിനേശ് സാറാണ്. അതിൻ്റെ അപ്പുറത്ത് സംസ്കാരത്തെ ട്രഷററായിട്ടുള്ള ശ്രീ നാരായണ സ്വാമി അവர்களാണ്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായിട്ടുള്ള മധുസൂദൻ മാസ്റ്ററാണ് കൂടെയുള്ളത്. മീഡിയ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സുരേഷ് ബാബു ജിയാണ് കൂടെയുള്ളത്. ഞാൻ സംസ്കാരം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയുടെ 108ാമത്തെ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംസ്കാര എന്ന പേരിൽ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ചിന്മയ മിഷന്റെ പാലക്കാട് ഹെഡായിട്ടുള്ള സംപൂജ്യ സ്വാമി യശേഷാനന്ദ ജി നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. വളരെ വിശാലമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ വർത്തമാനകാലത്തിലെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിശാബോധം സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് നടത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ നിലവിലെ സാമൂഹ്യ അന്തരീക്ഷം വളരെ കലുഷിതവും പരസ്പരം സ്പർദ്ധ കൂട്ടി വരുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി കേരളം നിലകൊണ്ട രണ്ട് സംഭവങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. ഒന്ന് പ്രളയ കാലഘട്ടം, രണ്ടാമത് നമ്മൾ കണ്ടത് കോവിഡിന്റെ സമയമാണ്. അപ്പൊ ഈ രണ്ട് സമയത്ത് നമ്മൾ കാണുന്നത് സമൂഹം ഒന്നായി തീരുന്ന ഒരവസ്ഥയാണ്. അപ്പൊ സമൂഹത്തെ ഒന്നാക്കി ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഈ കാലഘട്ടത്തിൽ വേണ്ട മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് വേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം കൂടിയാണ് സംസ്കാരം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. നമ്മൾ ഈ പ്രോഗ്രാമിൽ 24 തൊട്ട് 30 വരെയുള്ള ദിവസങ്ങളിൽ, ആദ്യത്തെ ദിവസം 24 ഇനാഗുറേഷൻ ആണ്. അന്ന് 5 മണിക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് നമ്മുടെ പരിപാടികൾക്ക് തുടക്കമാകും. 6 മണി തൊട്ട് 7:30 വരെ ഗീതാജ്ഞാനയജ്ഞമാണ്. അത് എല്ലാ ദിവസവും ഉണ്ടാവും. 24 തൊട്ട് 25, 26, 27, 28, 29, 30 എല്ലാ ദിവസവും വൈകുന്നേരം 6 തൊട്ട് 7:30 വരെ ഗീതാജ്ഞാനയജ്ഞം. അത് നടത്തുന്നത് സംപൂജ്യ സ്വാമി സ്വരൂപാനന്ദ സ്വാമിജിയാണ്. ചിന്മയ മിഷന്റെ ഗ്ലോബൽ ഹെഡാണ് അദ്ദേഹമാണ് ഗീതാജ്ഞാനയജ്ഞം നടത്തുന്നത്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് ഈ ഗീതാജ്ഞാനയജ്ഞത്തിന്റെ ഡിസ്കോഴ്സ് ഉണ്ടാവുന്നത്. 25-ാം തീയതി നമുക്ക് നാരീശക്തി ദിവസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അന്ന് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ആ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ അവരുടെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ,
അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ക്ഷേത്ര വനിതാ സമിതികളുടെ അല്ലെങ്കിൽ മാതൃ സമിതികളുടെ അവരുടെ തിരുവാതിരക്കളി മത്സരമാണ്. 26-ാം തീയതി അമൃത ജീവനം എന്ന് പറയുന്ന പേരിലാണ് നമ്മൾ ആ പരിപാടി നമ്മൾ വെച്ചിട്ടുള്ളത്. അന്ന് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ആ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വീരമൃത്യു വരിച്ച ജവാന്മാരെ ഓർമ്മിക്കാൻ പറ്റും ഒരു ദിവസം എന്നുള്ള തരത്തിലാണ്. നമുക്കൊക്കെ അറിയാം, ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധമുഖത്ത് നിന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നതാണ്. എന്നാൽ ആ നിലയെല്ലാം തരണം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സൈനികർ. വീരമൃത്യു വരിച്ച ജവാന്മാര് ആ സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് 26-ാം തീയതി. 27-ാം തീയതി നമ്മൾ റിലീജിയസ് ഹാർമണി ഡേ എന്ന് പറഞ്ഞിട്ട് സർവമത ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ്. അതിൽ വിവിധ മതാനുയായികളായിട്ടുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ആഘോഷിക്കുകയാണ്, കൂട്ടായ്മയെ ആഘോഷിക്കുകയാണ്. അന്ന് ഹരിവരാസനത്തിന്റെ ശതാബ്ദി ആഘോഷം കൂടിയാണ്. അപ്പോൾ ആ ആഘോഷത്തിന്റെ ഭാഗമായി ഹരിവരാസനം റിസൈറ്റേഷനും അതുപോലെ തന്നെ അതിന്റെ ഡിസ്കോഴ്സുകളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. 28-ാം തീയതി എന്ന് പറയുന്നത് യൂത്ത് ഡേ ആയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അന്ന് കാലത്ത് 108 സൂര്യ നമസ്കാര യജ്ഞം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അന്ന് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മീയത, അതുപോലെ തന്നെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ കരിയർ, പ്രൊഫഷൻ, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അവർക്ക് സംരംഭകത്വത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സെമിനാറുകൾ ഉണ്ടായിരിക്കും. ആ ദിവസം പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. 29-ാം തീയതി നാട്ടരങ്ങ് എന്ന് പറയുന്ന പേരിലാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്ക് 3000-ത്തിലധികം കലാരൂപങ്ങൾ കേരളത്തിൽ അന്യം നിന്നു പോകുന്ന അവസ്ഥയിലുണ്ട്. നമുക്കറിയാം, അതായത് കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളെല്ലാം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ കാർഷിക വൃത്തി മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിൽ ഈ കലാരൂപങ്ങളെല്ലാം തന്നെ അന്യം നിന്ന് കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നാട്ടരങ്ങ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ. അന്ന് നമ്മുടെ ഫോക്ലോർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും, സെമിനാറുകൾ ഉണ്ടായിരിക്കും. മീനാക്ഷി ലേഖി മന്ത്രി പങ്കെടുക്കുന്നതായിരിക്കും. അന്ന് നമ്മൾ ഒരു മെമ്മോറാണ്ടം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആ മെമ്മോറാണ്ടം ഈ അന്യം നിന്ന് പോകുന്ന കലകളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് കേന്ദ്ര സഹായത്തോടു കൂടി നമുക്കതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. 30-ാം തീയതി സ്പിരിച്വൽ ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിൽ കേരളത്തിന്റെ 371-ഓളം ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആത്മീയ സമ്മേളനം നടത്തുകയാണ്. അന്ന് സനാതനധർമ്മ വിളംബരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ 24-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ വെച്ചിട്ടുള്ളത്
നമ്മൾ അധ്യാത്മിക മേഖലയിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സിബിഷനാണ്. ആ എക്സിബിഷൻ നമ്മൾ 65ഓളം സ്റ്റാളുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ എക്സിബിഷനിൽ നമ്മൾക്ക് ഗംഗാ തീർത്ഥം വരെ അവിടെ ലഭ്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ആത്മീയ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മളവിടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള അതേപോലെ തന്നെ സെലക്ട് ആയിട്ടുള്ള കുടുംബശ്രീകളുടെ യൂണിറ്റുകൾക്കും അതുപോലെ തന്നെ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. നമുക്കറിയാം, സാത്വിക ഭക്ഷണം കൂടാതെ സാത്വിക ഭക്ഷണം നമുക്കറിയാം, ആഹാരം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാത്വിക ഭക്ഷണവും നമുക്ക് ആഘോഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ സംസ്കാരിയെ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ നല്ല സ്വാദുള്ള സാത്വിക ഭക്ഷണം നമുക്ക് അവിടെ ലഭ്യമാണ്. 100-ലധികം വിഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അവാർഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 14 അവാർഡുകളാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ലിസ്റ്റ് ഇവിടെ ഈ കൊടുക്കാം. നമുക്ക് ഒരു മികച്ച അധ്യാപകന് ഒരു ഗുരുശ്രീ പുരസ്കാരം, മികച്ച സർക്കാർ ജീവനക്കാരന് കർമ്മശ്രീ പുരസ്കാരം, മികച്ച മാധ്യമ പ്രവർത്തകൻ സത്യശ്രീ പുരസ്കാരം, മികച്ച ഡോക്ടർക്ക് ജീവശ്രീ പുരസ്കാരം, മികച്ച വെറ്റിനറി ഡോക്ടർക്ക് സ്നേഹശ്രീ പുരസ്കാരം, മികച്ച സാമൂഹ്യ പ്രവർത്തകന് സമൂഹശ്രീ പുരസ്കാരം, മികച്ച അഭിഭാഷകന് നിയമശ്രീ പുരസ്കാരം, മികച്ച IPS ഓഫീസർക്ക് കാവൽശ്രീ പുരസ്കാരം, മികച്ച ജൈവ കർഷകന് കർഷകശ്രീ പുരസ്കാരം, ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ ഉത്തമ രക്ഷിതാവിന് ദിവ്യശ്രീ പുരസ്കാരം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ജനശ്രീ പുരസ്കാരം, ക്ഷേത്രത്തിലെ മാതൃസമിതി അല്ലെങ്കിൽ വനിതാ സമിതി അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന ദേവി ശക്തി പുരസ്കാരം, അതുപോലെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഒരു ക്ഷേത്രക്ഷേമ സമിതിക്ക് നൽകുന്ന ധർമ്മരക്ഷാ പുരസ്കാരം, കൂടാതെ ഒരു ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അവരെ അംഗീകരിക്കണം, അവരെ ആദരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു യുഗശ്രീ പുരസ്കാരമായിട്ട് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവാർഡുകൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലഘട്ടത്തിൽ സംസ്കാരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള മാറ്റം തന്നെയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവണം. അപ്പൊ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പല പരിപാടികളും ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ നമ്മൾ ഭാവന ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻസ് ആണ്. ആ കോമ്പറ്റീഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ, എലോക്യൂഷൻ കോമ്പറ്റീഷൻ, പെയിന്റിംഗ് കോമ്പറ്റീഷൻ, എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ, ഇങ്ങനെ നിരവധി കോമ്പറ്റീഷന്റെ സാധ്യതകളാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നു കൊടുത്തത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ശാസ്ത്രഗീത എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റലേഷൻ നമ്മളവിടെ വെക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളോട് പോയിട്ട് നമ്മൾ ഭഗവത്ഗീത വായിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ പറ്റി അറിയാൻ പറഞ്ഞാലോ, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ സംസ്കാരം എന്താവണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കേൾക്കാനുള്ള ഒരു സാധ്യത നമുക്ക് അറിയാം, കുട്ടികളുടെ അടുത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല നമുക്കറിയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 20 മിനിറ്റ് സമയം ഒരു ഗീതായാത്ര എന്ന് പറയുന്ന ഒരു യാത്ര, ഒരു ഇൻസ്റ്റലേഷനിൽ കൂടി നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ആ 20 മിനിറ്റ് കൊണ്ട് അവർക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക.
അതിൽ കൂടി അവർക്ക് മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുക. ഇതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആണ്. തീർച്ചയായിട്ടും ചെറുപ്പക്കാരെല്ലാം അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊരു 7 മിനിറ്റ് സമയത്ത് ഒരു വീഡിയോ പ്രദർശനമുണ്ട്. അത് 7 മിനിറ്റ്സ് ബ്രെയിൻ ഹയർ എന്ന് പറയുന്ന ഒരു പ്രദർശനമാണ്. ആ പ്രദർശനത്തിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ പറ്റി അറിയാനും സയൻസ്, സിനിമ എന്നീ മാധ്യമങ്ങളെ ഏത് തരത്തിലാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അദ്വൈത സിദ്ധാന്തം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വിവിധമായ ഈ തരത്തിലുള്ള പരിപാടികളാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ ഒരു കാരണം നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സംസ്കാരത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് അതിന് താല്പര്യം ഉണ്ടാവണം കൂടുതലായിട്ട്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ട്രഷർ ഹണ്ട്, ഒരു നിധി അന്വേഷണം എന്ന് പറയുന്ന ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 7 ദിവസത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ലഭിക്കുന്ന ഒരു കൂപ്പണിൽ കൂടി അവർ കണ്ടെത്തിയ നിധി എന്താണെന്ന് അവർ എഴുതി അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റാഫിൽ ഡ്രോ ആയിട്ട് നമ്മൾ അത് എടുക്കുന്നുണ്ട്. അവർക്ക് സമ്മാനം നമ്മൾ നൽകുന്നുണ്ട്, ക്യാഷ് പ്രൈസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ പരീക്ഷണമാണ്. ട്രഷർ ഹണ്ട്, ഒരു ആത്മീയ മേഖലയിലെ ഒരു ട്രഷർ ഹണ്ട് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ചിന്തിക്കേണ്ട വിഷയമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആളുകൾ അത് കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവര് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് എന്തായിരുന്നു ആ ട്രഷർ അവർ കണ്ടുപിടിച്ചിട്ട് അവര് അത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് 30-ലധികം റിസോഴ്സ് പേഴ്സണൽസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഈ സാംസ്കാരിക മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പേര് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നാട്ടരങ്ങ് പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി അവർക്കാണ് വരുന്നത്, സാംസ്കാരിക മന്ത്രി വരുന്നത്. അപ്പോൾ ആ ദിവസത്തെ പ്രോഗ്രാം എല്ലാ അർത്ഥത്തിലും നമുക്ക് ഉപയോഗപ്രദമാകണം. ആ മെമ്മോറാണ്ടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കലാരൂപങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും നീക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ബാക്കി ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വളരെ വിദഗ്ധരും അതുപോലെ തന്നെ നമ്മുടെ ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശ്രീജിത്ത് പണിക്കർ ചെറുപ്പക്കാരുടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള മേഖലയിലും അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ജെ നന്ദകുമാർജി വരുന്നുണ്ട്, ചെർപ്പളശ്ശേരി ശിവൻ, KK ഗോപാലകൃഷ്ണൻ, ആർക്കിടെക്ട് AK പ്രശാന്ത്, കേണൽ S ഡിന്നി, ശരത് ഹരിദാസൻ, മോഹൻ മൂർത്തി, അതുപോലെ ധന്യ രവി, അങ്ങനെ നിരവധി ആളുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എല്ലാ തരത്തിലും പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാൽ നൽകാം. ബ്രോഷറുണ്ട്, അതിലുണ്ട് പങ്കെടുത്തവരുടെ. എൻ്റെ പേര് വിളമ്പത്ത് രവീന്ദ്രൻ, ചെയർമാൻ സംസ്കാര. നാരായണസ്വാമി, സംസ്കാര ട്രഷറർ. മധുസൂദനൻ, ദിനേശ് സാറിന്റെ പേര് MP ദിനേശ്, വൈസ് ചെയർമാൻ. G മധുസൂദനൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ. സുരേഷ് ബാബു, മീഡിയ കമ്മിറ്റി ചെയർമാൻ. सोमनाथ सारस यूथ मीट ने 28
ശ്രീജിത്ത് പണിക്കർ വന്നു. ശ്രീജിത്ത് പണിക്കറും ഒരു പാനൽ ഡിസ്കഷൻ ആണ് ആ ദിവസം. ശ്രീജിത്ത് പണിക്കർ, ലീഡ്സ് കോളേജ് പ്രിൻസിപ്പൽ മോഹനമൂർത്തി, അവരൊക്കെ യൂത്ത് ഡേക്ക് വേണ്ടിയിട്ടാണ്. പരിവരാസനം ഡേയിലാണ് ജയനന്ദകുമാർ പ്രഖ്യാപ്രവാഹം അഖില ഭാരതീയ സംയോജകൻ. ഇത് 27-നാണ്. കേണൽ ഡിന്നി അന്ന് പങ്കെടുക്കും. അദ്ദേഹം 27. ഒരു ദിനം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. കൈവല്യ ഉപനിഷത്ത് കാരണം കുറച്ച് അഡ്വാൻസ്ഡ് സീരിയസ് സ്റ്റഡിയാണ്. അപ്പോൾ അത് കാരണം സ്വാമിജി അത് അക്കൗണ്ട്സ് വെച്ചിട്ടാണ് ആ മോർണിംഗ് ക്ലാസ്. രാവിലെ എത്ര മണിക്ക്? 7 to 8.